തോമസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ് പരീക്ഷ സംബന്ധമായിട്ട് ഉള്ള ചില കാര്യങ്ങൾ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും കമ്മിറ്റികൾ എല്ലാ പരീക്ഷകൾക്കും ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. കമ്മിറ്റികളും അല്ലെങ്കിൽ സഹകരണത്തിൻ്റെ കമ്മീഷൻസ്. ആദ്യമായിട്ട് ഇവിടെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ആദ്യമേ കമ്മിറ്റിയുടെ പേര്, പിന്നെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി, പിന്നെ ആ കമ്മിറ്റിയുടെ ചെയർമാൻ, ഏത് വർഷമാണ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്, ഏത് വർഷമാണ് റിപ്പോർട്ട് കൊടുത്തത്, പിന്നെ ആ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എന്താണ്, ഈ ക്രമത്തിലാണ്. ആദ്യമായിട്ട് ഫ്രെഡറിക് നിക്കോൾസൺ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് മദ്രാസ് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റാണ്. ഇതിൻ്റെ ചെയർമാൻ സർ ഫ്രെഡറിക് നിക്കോൾസണാണ്. ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത് 1892 കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് കൊടുത്ത് 1895 ഇതിൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫൈൻഡ് റൈഫീസൺ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ക്യാപ്ഷൻ തന്നെ ആണ്, അതാണ് ഫൈൻഡ് റൈഫീസൺ എന്നാണ്. അതായത് റൈഫീസൺ ടൈപ്പ് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ ഇന്ത്യൻ സിറ്റുവേഷൻ, അതാണ് സജഷൻ ഈ റിപ്പോർട്ടിൻ്റെ. രണ്ടാമത്തെ കമ്മിറ്റി എന്ന് പറയുന്നത് എഡ്വേർഡ് ലോ കമ്മീഷനാണ്. എഡ്വേർഡ് ലോ കമ്മീഷൻ ഗവൺമെൻറ്റാണ് നിയമിച്ചത്. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് സർ എഡ്വേർഡ് ലോയാണ്. 1901 അപ്പോയിന്റ് ചെയ്തു. 1904 റിപ്പോർട്ട് കൊടുത്തു. അവർ റെക്കമെൻഡ് ചെയ്ത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904, അതിനെപ്പറ്റിയാണ് ആ റിപ്പോർട്ട് സമർപ്പിച്ചത്. റോയൽ കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ ഗവൺമെൻറ് അപ്പോയിന്റ് ചെയ്തു. എച്ച് കാൽവർട്ട് അധ്യക്ഷനായിട്ടുള്ള ഈ കമ്മിറ്റി 1926 ഗവൺമെൻറ് അപ്പോയിന്റ് ചെയ്തത്. 1928 റിപ്പോർട്ട് കൊടുത്തു. അതിൻ്റെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് കോപ്പറേഷൻ ഈസ് ദ ബെസ്റ്റ് ഹോപ്പ് ഫോർ റൂറൽ ഇന്ത്യ, പ്രൊവിൻഷ്യൽ യൂണിയൻസ് ആർ ടു ബി ഓർഗനൈസ്ഡ്, റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ആർ ടു ബി എസ്റ്റാബ്ലിഷ്ഡ്, റൂറൽ ക്രെഡിറ്റ് ടു ബി സ്ട്രെങ്തൻഡ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ കമ്മിറ്റിയെ നിയമിച്ചത്. മാഗ്ലഗൻ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ എന്ന് പറയുന്നതാണ് അടുത്ത കമ്മിറ്റി. 1914 ഗവൺമെൻറ് അപ്പോയിന്റ് ചെയ്ത ഈ കമ്മിറ്റി, എൻ്റെ ചെയർമാൻ എഡ്വേർഡ് മാഗ്ലഗനാണ്. 1915 റിപ്പോർട്ട് കൊടുത്തു. റെക്കമെൻഡേഷൻസ് 1 member 1 vote, അതുപോലെ ലോൺസ് ആർ ടു ബി ഗിവൺ ടു പ്രൊഡക്റ്റീവ് പർപ്പസ്, അപ്പെക്സ് ആൻഡ് പ്രൊവിൻഷ്യൽ ബാങ്ക്സ് ആർ ടു ബി ഓർഗനൈസ്ഡ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പഠിക്കാനായിരുന്നു. ടൗൺസെൻഡ് കമ്മിറ്റി മദ്രാസ് ഗവൺമെൻറ്റാണ് അപ്പോയിന്റ് ചെയ്തത്. ടൗൺസെൻഡാണ് ഇതിൻ്റെ അധ്യക്ഷൻ. 1927 അപ്പോയിന്റ് ചെയ്ത ഈ കമ്മിറ്റി 1928 റിപ്പോർട്ട് കൊടുത്തു. ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്ക്സ്, അതുപോലെ ഗവൺമെൻറ് ഗ്യാരണ്ടി ഫോർ ഇൻട്രസ്റ്റ് ഓഫ് ഡിവെഞ്ചേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. സർ മാൽക്കോം ഡാർലിംഗ് കമ്മിറ്റി, സർ മാൽക്കോം ഡാർലിംഗ് അധ്യക്ഷനായിട്ട് ഉള്ള ഈ കമ്മിറ്റി 1935 റിപ്പോർട്ട് കൊടുത്തു. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം for members, employees and government officials.
ഇതിനെപ്പറ്റിയാണ് റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നത്. കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയെ സർക്കാർ നിയമിച്ചു. RG സരയ്യ അധ്യക്ഷനായ ഈ കമ്മിറ്റിയെ നിയമിച്ചത് 1945-ലാണ്. 1946 റിപ്പോർട്ട് കൊടുത്തു. മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ടു ബി ഓർഗനൈസ്ഡ്. അതുപോലെ സൊസൈറ്റി ഷുഡ് വർക്ക് ഫോർ ജനറൽ ഡെവലപ്മെൻറ്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഈ കമ്മിറ്റി പരിശോധിച്ചത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയെ നിയമിച്ചത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 1951 AD ഗോർവാല അധ്യക്ഷനായിട്ടുള്ള ഈ കമ്മിറ്റി 1954 റിപ്പോർട്ട് സമർപ്പിച്ചു. പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്ന റെക്കമെൻഡഡ് ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റൂറൽ ക്രെഡിറ്റ്, ക്രോപ്പ് ലോൺ, A കമ്പോണൻ്റ്, B കമ്പോണൻ്റ് എക്സെട്ര. അതുപോലെ കോപ്പറേറ്റീവ് മെമ്പർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഗവൺമെൻറ് പാർട്ടിസിപ്പേഷൻ ഇൻ സൊസൈറ്റീസ്, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, ഫോർമേഷൻ ഓഫ് LTO ഫണ്ട് ആൻഡ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, ഫോർമേഷൻ ഓഫ് SBI, ഫോർമേഷൻ ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് വെയർഹൗസിംഗ് ബോർഡ്, അതുപോലെ ഫോർമേഷൻ ഓഫ് റിലീഫ് ആൻഡ് ഗ്യാരണ്ടി സ്കീം. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് റെക്കമെൻഡ് ചെയ്തത്. കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ലോയെ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്തു. ST രാജ ചെയർമാനായിട്ടുള്ള ഈ കമ്മിറ്റി 1956 നിയമിച്ചത്. 1957 റിപ്പോർട്ട് കൊടുത്തു. റെക്കമെൻഡഡ് കോപ്പറേറ്റീവ് ട്രൈബ്യൂണൽ ഇൻ ഓൾ സ്റ്റേറ്റ്സ്. എല്ലാ സ്റ്റേറ്റിലും കോപ്പറേറ്റീവ് ട്രൈബ്യൂണൽ സ്ഥാപിക്കാൻ റെക്കമെൻഡ് ചെയ്തു. അതുപോലെ പവേഴ്സ് ഓഫ് രജിസ്ട്രാർ ടു ബി ഡീസെൻട്രലൈസ്ഡ്. നോ മെമ്പർഷിപ്പ് ഫോർ കമ്പനീസ് ആൻഡ് പാർട്ണർഷിപ്പ് ഫേംസ്. അതുപോലെ നോ പ്രോക്സി, അമാൽഗമേഷൻ അക്കോർഡിംഗ് ടു ദ അപ്രൂവൽ ഓഫ് മെമ്പേഴ്സ്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് റെക്കമെൻഡ് ചെയ്തത്. മാൽക്കോം ഡാർലിംഗ് കമ്മിറ്റി ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്ത ഈ കമ്മിറ്റി മാൽക്കോം ഡാർലിംഗ് അധ്യക്ഷനായിട്ടുള്ള ഈ കമ്മിറ്റി 1957 ആയത്. 1958 റിപ്പോർട്ട് കൊടുത്തു. സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളെ പറ്റി റെക്കമെൻഡ് ചെയ്തു. അതായത് വില്ലേജുകളിലും അതുപോലെ വില്ലേജുകളിൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ സ്ഥാപിക്കുന്നതിനെ പറ്റിയും, അതുപോലെ ബാങ്കിങ് സൊസൈറ്റി ഷുഡ് നോട്ട് അണ്ടർടേക്ക് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് റെക്കമെൻഡേഷൻ കൊടുത്തത്. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ റെസൊല്യൂഷൻ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്തു. പ്രൈം മിനിസ്റ്റർ 1958 ഇതിനു വേണ്ടിയിട്ട് റിപ്പോർട്ട് കൊടുത്തു. 1 സൊസൈറ്റി ഇൻ 1 വില്ലേജ്, വില്ലേജ് സൊസൈറ്റീസ് വിൽ ഓർഗനൈസ് ഫെഡറൽ ടൈപ്പ് യൂണിയൻസ്. ഇതാണ് ഉദ്ദേശിച്ചത്. വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ കോപ്പറേറ്റീവ് ഫാമിംഗ്, നിഗലിംഗപ്പ അധ്യക്ഷനായ കമ്മിറ്റി 1959 നിയമിച്ചത്. വർക്കിംഗ് ഗ്രൂപ്പ് റെക്കമെൻഡഡ് ജോയിൻറ്റ് ഫാമിംഗ് സൊസൈറ്റീസ്, ഫോർമേഷൻ ഓഫ് ഷെയർ റിഡംഷൻ ഫണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി റെക്കമെൻഡേഷൻ. കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സർക്കാർ നിയമിച്ചു. VN മേത്ത അധ്യക്ഷനായ കമ്മിറ്റി 1959 നിയമിച്ചു. 1960 റിപ്പോർട്ട് കൊടുത്തു. ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത ഷോർട്ട് ടേം ക്രെഡിറ്റ് ഫോർ ലാൻഡ്ലെസ് പീപ്പിൾ എന്നതിനെ പറ്റിയാണ്. മിശ്ര കമ്മിറ്റി, SD മിശ്ര അധ്യക്ഷനായ ഒരു കമ്മിറ്റിയാണ്. വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ പഞ്ചായത്ത് ആൻഡ് കോപ്പറേറ്റീവ്സ് 1961 നിയമിച്ചത്. പഞ്ചായത്ത് ഷുഡ് ഗീവ് ലാൻഡ് ഫോർ സൊസൈറ്റീസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്. പഞ്ചായത്ത് ഷുഡ് ഹെൽപ്പ് ലേബർ സൊസൈറ്റീസ് ബൈ ഗീവിംഗ് കൺസ്ട്രക്ഷൻ വർക്ക്സ് എന്നുള്ള കാര്യങ്ങൾ ആണ് അതിനകത്ത് ശുപാർശ ചെയ്തത്. സഹകരണ ട്രെയിനിങ്ങിനെ പറ്റി റിപ്പോർട്ട് ഓഫ് ദ സ്റ്റഡി ടീം ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്തു. ST മിശ്ര തന്നെയായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. 1961 നിയമിച്ചത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് വിൽ ഇംപ്ലിമെൻറ്റ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സ്കീം, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ ആൻഡ് കോളേജസ്,
കോൺട്രിബ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഫണ്ട് ഫ്രം നെറ്റ് പ്രോഫിറ്റ് ഓഫ് സൊസൈറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് റെക്കമെൻഡ് ചെയ്തത്. കമ്മിറ്റി ഓൺ കൺസ്യൂമർ കോഓപ്പറേറ്റീവ്സ്, നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ് നിയമിച്ച ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പി നടേശനാണ്. നടേശൻ കമ്മിറ്റി എന്നും ഇതിനെ വിളിക്കും. 1961 റിപ്പോർട്ട് കൊടുത്തു. കൺസ്യൂമർ സൊസൈറ്റീസ് ടു ബി ഓർഗനൈസ്ഡ് ഇൻ ബിഗ് ടൗൺസ് ആൻഡ് സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് വിൽ ഓപ്പൺ കൺസ്യൂമർ outlets in rural areas. Banking institutions not to run business activities. Managerial subsidy to societies ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്തു. കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് പ്രോസസ്സിംഗ്, അതും നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡാണ്. RG സരയ്യ അധ്യക്ഷനായ കമ്മിറ്റി 1961 റിപ്പോർട്ട് കൊടുത്തത്. അവരുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ലോൺസ് ഫോർ അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് ആൻഡ് പ്രയോറിറ്റി ഇൻ ഗിവിംഗ് ലൈസൻസ് ടു കോഓപ്പറേറ്റീവ് പ്രോസസ്സിംഗ് സൊസൈറ്റീസ്. തക്കാവി ലോൺസ് ആൻഡ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റിനെ പറ്റി ഒരു കമ്മിറ്റി സർക്കാർ നിയമിച്ചു. BP പട്ടേൽ അധ്യക്ഷനായ കമ്മിറ്റി 1962 റിപ്പോർട്ട് കൊടുത്തു. റെക്കമെൻഡ് ചെയ്തത് പ്രയോറിറ്റി ടു കോഓപ്പറേറ്റീവ് ലോൺസ് ഫോർ റീപേയ്മെൻറ്റ് ദാൻ തക്കാവി ലോൺസ്. കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ, വൈകുണ്ഠ മേത്ത കമ്മിറ്റി, വൈകുണ്ഠ മേത്ത അധ്യക്ഷനായ കമ്മിറ്റി 1963 റിപ്പോർട്ട് കൊടുത്തു. കമ്മിറ്റി റെക്കമെൻഡഡ് രജിസ്ട്രാർ ഫ്രം IAS കേഡർ, ജോയിൻറ്റ് രജിസ്ട്രാർ ഫോർ ഓഡിറ്റ്, ക്രെഡിറ്റ്, കൺസ്യൂമർ ആൻഡ് മാർക്കറ്റിംഗ് are to be appointed. Conduct of audit is the duty of registrar. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഈ കമ്മിറ്റി കൊടുത്തത്. മൃദ്ധ കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ്സ്, രാംനിവാസ് മൃദ്ധ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയെ സർക്കാരാണ് നിയമിച്ചത് 1964. 1965 റിപ്പോർട്ട് കൊടുത്തു. റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന രജിസ്ട്രാർ ഇൻ കൺസൾട്ടേഷൻ വിത്ത് അപ്പെക്സ് സൊസൈറ്റീസ് ഷാൽ ഡിസൈഡ് ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു ഓർഗനൈസ് എ സൊസൈറ്റി, മിനിമം ഷെയർ ക്യാപിറ്റൽ റിക്വയർഡ്, ഏരിയ ഓഫ് ഓപ്പറേഷൻ എക്സെട്ര അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ റെഗുലർ ജനറൽ ബോഡി ടു ബി കൺവീൻഡ് ബൈ സൊസൈറ്റീസ്, ഓഡിറ്റ് ഈസ് ടു ബി സ്ട്രെങ്തൻഡ് ആൻഡ് ബോഡീസ് റെസ്പോൺസിബിൾ ഫോർ ഡിലേ. അടുത്തത് ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നിയമിച്ചത്. വെങ്കടപ്പയ്യ ചെയർമാനായിട്ടുള്ള ഈ കമ്മിറ്റി 1966 നിയമിച്ചു. 1969 റിപ്പോർട്ട് കൊടുത്തു. നിർദ്ദേശങ്ങൾ: അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബോർഡ് ടു ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ്, സ്കെയിൽ ഓഫ് ഫിനാൻസ് ഈസ് ടു ബി ഫിക്സ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ലാൻഡ് രജിസ്റ്റർ, SFDA അതായത് സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി, അതുപോലെ MFAL മാർജിനൽ ഫാർമേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി, ഇങ്ങനെയുള്ളതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യണം. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ടു ബി എസ്റ്റാബ്ലിഷ്ഡ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് റെക്കമെൻഡ് ചെയ്തിരുന്നത്. നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ വെച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമിച്ചു. RN മൃദ്ധ ചെയർമാനായിട്ടുള്ള കമ്മിറ്റി 1971 നിയമിച്ചു. 1976 റിപ്പോർട്ട് സമർപ്പിച്ചു. റെക്കമെൻഡഡ് ഫാർമേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ ഗിവിംഗ് ലോൺസ് ടു സ്മോൾ ഫാർമേഴ്സ് ആൻഡ് മാർജിനൽ ഫാർമേഴ്സ്. അതാണ് അവരുടെ റെക്കമെൻഡേഷൻ. ബാങ്കിങ് കമ്മീഷൻ നിയമിച്ചത് സർക്കാരാണ്. RG സരയ്യ അധ്യക്ഷനായ കമ്മിറ്റി 1969 നിയമിച്ചു. 1972 റിപ്പോർട്ട് സമർപ്പിച്ചു. എൻകറേജ് ഫോർമേഷൻ ഓഫ് അർബൻ ബാങ്ക്സ്, ബാങ്കിങ് ഫെസിലിറ്റീസ് ടു നോമിനൽ മെമ്പേഴ്സ്, PACS ടു ബി സ്ട്രെങ്തൻഡ് ആൻഡ് കൺവേർട്ടഡ് ടു റൂറൽ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് ഗീവ് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഫ്രം LTO ഫണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇവരുടെ റെക്കമെൻഡേഷൻ. ബാവ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയെ
ബാവ അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി 1971 അപ്പോയിൻറ്റ് ചെയ്തു. 1971 തന്നെ റിപ്പോർട്ടും കൊടുത്തു. ഈ കമ്മിറ്റിയുടെ ഉദ്ദേശം അവർ റെക്കമെൻഡ് ചെയ്ത ലാംസ്, അതായത് ലാർജ് സൈസ് ആദിവാസി മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിനുവേണ്ടിയാണ് ഈ കമ്മിറ്റി വെച്ചിരുന്നത്. കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സർക്കാർ നിയമിച്ചാണ്. ഡോക്ടർ സ്വാമിനാഥൻ ചെയർമാനായിട്ടുള്ള ഈ കമ്മിറ്റി 1973 നിയമിച്ചു. 1974 റിപ്പോർട്ട് കൊടുത്തു. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ടു ബി സെപ്പറേറ്റഡ്. അതുപോലെ ഓർഗനൈസേഷൻ ഓഫ് NCCT, നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്, ഇങ്ങനെയുള്ളതിനെ പറ്റിയൊക്കെയാണ് റെക്കമെൻഡ് ചെയ്തത്. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമിച്ച ഒരു കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ ഇൻ്റഗ്രേഷൻ ഓഫ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയും. അത് RK ഹസാരി ആണ് അതിൻ്റെ ചെയർമാൻ. 1976 നിയമിച്ചു. 1977 റിപ്പോർട്ട് കൊടുത്തു. ഇതിൻ്റെ റെക്കമെൻഡേഷൻസ് കമ്മിറ്റി റെക്കമെൻഡഡ് 3 ടയർ സിസ്റ്റം, അതുപോലെ ഗഹാൻ ഫോർ മോർഗേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. മാധവദാസ് കമ്മിറ്റി, അതായത് മാധവദാസ് അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റി റിസർവ് ബാങ്ക് നിയമിച്ചു. അതായത് കമ്മിറ്റി ഓൺ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് 1978 റിപ്പോർട്ട് കൊടുത്തു. PACS നോട്ട് കമ്മിങ് അണ്ടർ ദ BR ആക്ട് നോട്ട് ടു യൂസ് ദ വേർഡ് ബാങ്ക്, ബാങ്കർ ആൻഡ് ബാങ്കിങ്. Committee suggested that those primary societies which are unlicensed should stop banking transaction. ഇത് മാധവദാസ് കമ്മിറ്റിയാണ്. ട്രാഫിക് കാർഡ് നമുക്കെല്ലാം അറിയാവുന്നൊരു കമ്മിറ്റിയാണ്. ട്രാഫിക് കാർഡ് ശിവരാമൻ കമ്മിറ്റി എന്നും അതിനെ വിളിക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമിച്ച ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ B. ശിവരാമനാണ്. 1979 നിയമിച്ചു. 1981 റിപ്പോർട്ട് കൊടുത്തു. കമ്മിറ്റി റെക്കമെൻഡഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് NABARD to integrate LT and MD loans and examine 2-tier versus 3-tier interest rebate for prompt repayment. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് റെക്കമെൻഡ് ചെയ്തിരുന്നത്. പ്രധാനപ്പെട്ട ഈ കമ്മിറ്റികൾ എല്ലാം തന്നെ നിങ്ങൾ പല പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. ഇതിനകത്ത് കമ്മിറ്റിയുടെ പേര്, കമ്മിറ്റിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ ആരായിരുന്നു, റിപ്പോർട്ട് കൊടുത്ത വർഷം, റിപ്പോർട്ട് നിയമിച്ച വർഷത്തെക്കാളും ഉപരിയായിട്ട് അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള റിപ്പോർട്ട് കൊടുത്ത വർഷമാണ്. അതുപോലെ റെക്കമെൻഡേഷൻസും നോക്കി വെക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. ഗുഡ് ബൈ.